അതുപോലെ തന്നെ 1951 സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിക്കുന്ന ആ സാഹചര്യത്തിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ അവിടെ ഏറ്റവും കൗതുകരമായി പറയാനുള്ള ഒരു കാര്യം, അന്നത്തെ മീറ്റിംഗിൽ ഏകദേശം 27ഓളം പേരാണ് പങ്കെടുത്തത് എന്നാണ്. ഇതിൽ ഈ മഹത്തായ സംരംഭത്തിലേക്ക് സംഭാവന ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നവർ, 1 ഉറുപ്പികയുടെ സംഭാവന ചെയ്യാൻ കഴിവുണ്ടായിരുന്നവർ വെറും 17 പേർ മാത്രമായിരുന്നു. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ആ സഭയിൽ വെച്ചുകൊണ്ട്, ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട്, ആ സംഗമത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയ സംഭാവന നൽകിയത് മഹാനായ മൗലാന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളായിരുന്നു എന്നാണ് ചരിത്രം. അദ്ദേഹം അന്ന് നൽകിയ സംഭാവന ഒരാൾക്കും ആലോചിക്കാൻ പോലും കഴിയാത്ത തുകയായിരുന്ന 25 ഉറുപ്പികയായിരുന്നു എന്നാണ്. 25 ഉറുപ്പിക സംഭാവന നൽകാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു എന്നത് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ കൗതുകം വലുതായി തീരുന്നത്. അത് അദ്ദേഹത്തിന് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ഒരു സ്കൂളിന്റെ മാനേജറായിരുന്നു എന്നും അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് 25 ഉറുപ്പിക സംഭാവന ചെയ്യാൻ കഴിയുകയുണ്ടായത് എന്നുമാണ് ചരിത്രം. ഇവിടെ നമ്മൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സമാദരണീയരായ നേതാക്കന്മാർക്ക് 1950കളിൽ സ്വന്തം മാനേജ്മെന്റിൽ ഭൗതിക സ്കൂളുകൾ വരെ ഉണ്ടായിരുന്നു. അത്രമാത്രം ഭൗതിക വിജ്ഞാനങ്ങളോടൊപ്പം സഞ്ചരിച്ചവരായിരുന്നു. മാത്രമല്ല മതവിജ്ഞാനത്തോടൊപ്പം തന്നെ ഭൗതിക വിജ്ഞാനവും പരിപോഷിപ്പിക്കുക എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അടിസ്ഥാന നയങ്ങളിൽപ്പെട്ടതാണ്. സമസ്തയുടെ ഭരണഘടനയുടെ 2ാം വകുപ്പിലെ 4ാം ഉപവകുപ്പ് നമുക്കിങ്ങനെ വായിക്കാം: മതവിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനികരമല്ലാത്ത വിധത്തിൽ ലൗകിക വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുക. ഭരണഘടനയിൽ തന്നെ സമസ്ത പറയുന്ന അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നാണ് ലൗകിക വിദ്യാഭ്യാസ വേണ്ടി ശ്രമിക്കുക എന്നത്. മാത്രമല്ല മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന താനൂരിലെ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജിൽ 3ാം വാർഷിക മഹാസമ്മേളനത്തിൽ അവിടെ ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി. 27ാമത്തെ പ്രമേയമായി ആ സമ്മേളനം അംഗീകരിച്ച പ്രമേയം മദ്രസ വിദ്യാർത്ഥികൾക്ക് മലയാളം, ഉറുദു, ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ പഠിക്കാനുള്ള നിശാ പാഠശാലകൾ ഏർപ്പെടുത്തുവാൻ താലൂക്ക് ബോർഡിനോട് ആവശ്യപ്പെടുവാൻ വേണ്ടിയുള്ള പ്രമേയമായിരുന്നു അത്. ഇത്തരത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അതിമഹത്തായ ഐതിഹാസിക ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ സമസ്ത കാലാകാലങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസത്തെയും ഭൗതിക നേട്ടങ്ങളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ ശ്രമം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എക്കാലവും കൊണ്ട് നടന്നിട്ടുണ്ട്. അതിൻ്റെ അഭിമാനങ്ങളോടുകൂടെയാണ് 85ാമത് വാർഷികം ആഘോഷിക്കുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മറ്റൊരിക്കൽ കൂടെ അതിൻ്റെ പ്രവർത്തകരുമായി മലപ്പുറത്ത് മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ ഒരുമിച്ച് കൂടുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫ്ദലുൽ ഉലമ കോഴ്സിനെ ഡിഗ്രിക്ക് സമാനമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളും സമരങ്ങളുമെല്ലാം അത് SKSSFന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ മുന്നേറ്റങ്ങളിലൂടെയാണ് യൂണിവേഴ്സിറ്റി അഫ്ദലുൽ ഉലമ എന്ന് പറയുന്ന കോഴ്സിനോടൊപ്പം തന്നെ BA അറബിക് എന്ന് പറയുന്ന ഡിഗ്രി കൂടെ നേടുവാനുള്ള സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സെനറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയുണ്ടായത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും പല മേഖലകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അതിമഹത്തായ സംഭാവനകളായി നാട് നീളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് സ്ഥാപനങ്ങളും സംരംഭങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മദ്രസകൾ. നേരത്തെ പറഞ്ഞ പോലെ 10,000-ഓളം വരുന്ന മദ്രസകൾ, അതുപോലെ തന്നെ ധാരാളം അറബി കോളേജുകൾ, മാത്രമല്ല ഭൗതികവും ആത്മീയവുമായ 2 തരം വിദ്യാഭ്യാസങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ പദ്ധതികളും ഇതെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വരെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മെഡിക്കൽ കോളേജിലേക്കും മറ്റു അനുബന്ധ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്കെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധികം വൈകാതെ തന്നെ കടന്നു വരാൻ ഇരിക്കുകയാണ് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനും സമുദായത്തിനും എന്താണോ സമസ്തയിൽ നിന്ന് പ്രതീക്ഷയുള്ളത്,
അതുകൊണ്ട് തന്നെ സമുദായത്തിനും സമൂഹത്തിനും എന്താണോ സാമൂഹികമായും മതപരമായും വേണ്ടത് ആ കാര്യങ്ങൾക്ക് വേണ്ടി കഠിനമായി യത്നിക്കുവാനും അതിനുവേണ്ടി നിലകൊള്ളുവാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഈ മേഖലകളിലെല്ലാം എന്നും വിവേകത്തോടൊപ്പം നിൽക്കുകയും വികാരത്തെ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം. ഉദാഹരണമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ചിന്തയിലേക്ക് സമൂഹത്തെ സമസ്ത എത്തിച്ചത് സ്കൂളുകളിൽ മതപഠനം നിരോധിക്കപ്പെട്ടപ്പോഴായിരുന്നു. ആ നിരോധനത്തിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് സമസ്ത ആലോചിക്കുകയുണ്ടായി. അത് ശരിയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ സമസ്തയോ അല്ലെങ്കിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങളോ അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കന്മാരോ സർക്കാരിനെതിരെയോ രാജ്യത്തിനെതിരെയോ ഒരു സമരപ്രഖ്യാപനം നടത്തുകയുണ്ടായില്ല. മറിച്ച് തങ്ങളുടെ കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള സംവിധാനങ്ങൾ എന്ന അർത്ഥത്തിൽ മദ്രസ സംവിധാനം ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ പിൽക്കാലത്ത് മറ്റു ചില സംഭവങ്ങൾ കൂടെ നമുക്ക് കാണാൻ കഴിയുകയുണ്ടായി. സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്ന വിഷയം അതിലൊന്നായിരുന്നു. മറ്റൊന്ന് മതമില്ലാത്ത ജീവൻ എന്ന പാഠമടക്കമുള്ള പാഠ്യപദ്ധതികളിലൂടെ സമുദായത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമം. ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ ഇത്തരം ശ്രമങ്ങൾക്കെതിരെ പക്ഷേ സമസ്ത മിണ്ടാതെയിരുന്നില്ല. സമസ്ത വളരെ വ്യക്തമായ സമര പദ്ധതികളുമായി അത്തരം പരിപാടികൾക്കും പദ്ധതികൾക്കും ഗൂഢമായ ലക്ഷ്യങ്ങൾക്കുമെതിരെ ശക്തമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതേപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെതായ കാലഘട്ടത്തിൻ്റെ അതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മതപരമായി കേരളത്തെ നയിക്കുക എന്നതാണ്. കേരളത്തിന് ആവശ്യമായ മതപരമായ നായകത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും നൽകിയിട്ടുണ്ട് എന്നത് ആരുടെ മുമ്പിലും പറയാൻ കഴിയുന്ന ഉദാഹരണ സഹിതം സ്ഥാപിക്കാനും തെളിയിക്കാനും കഴിയുന്ന വസ്തുതകളാണ്. പിന്നീട് വളരെ ഖേദകരമായി അവസാന കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുണ്ടായ പിളർപ്പുകളും വിവാദങ്ങളൊക്കെ തന്നെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയതല്ല. മറിച്ച് ചില ആൾക്കാർ അവരുടെ അസൂയയുടെ പേരിൽ മാത്രം, അല്ലെങ്കിൽ ഭൗതികമായ പ്രമത്തതയുടെ പേരിൽ മാത്രം, അല്ലെങ്കിൽ വലിയ നേതാവാകാനുള്ള ശ്രമത്തിന്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ സമസ്തയെ ഒരു രാഷ്ട്രീയ മുഖമാക്കി അല്ലെങ്കിൽ സമസ്തക്കൊരു രാഷ്ട്രീയ മുഖം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ പേരിൽ മാത്രം ഉണ്ടായതാണ് എന്നാണ്. സമസ്ത രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മേഖലയിൽ സമസ്തക്കൊന്നും പറയാനില്ല. സമസ്തയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും വിവാദങ്ങൾ വന്നാൽ അവിടെ സമുദായത്തിനും സമൂഹത്തിനും എന്താണോ ഏറ്റവും അഭികാമ്യവും ഗുണവും അത് സമസ്ത പറയും എന്നതിലപ്പുറം സമസ്ത ജനങ്ങളെ വോട്ടിനു വേണ്ടി സംഘടിപ്പിക്കുവാനോ ഏതെങ്കിലും ഒരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യുവാൻ ജനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുവാനോ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുവാനോ സമസ്ത 85 വർഷത്തിനിടയിൽ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ സമസ്തക്ക് രാഷ്ട്രീയം പോരാ, അല്ലെങ്കിൽ സമസ്തയുടെ രാഷ്ട്രീയ ലൈൻ തെറ്റാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ പിണിയാളുകളായി സമസ്ത വർത്തിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മേൽക്കോയ്മ നേടാനുള്ള കുടിലമായ ശ്രമങ്ങൾ നടത്തി വരുന്ന ആൾക്കാരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അവർ എത്ര പ്രാവശ്യമാണ് അവരുടെ രാഷ്ട്രീയ നയങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചില പ്രത്യേക സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാനും ചില പ്രത്യേക സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും പത്രങ്ങളിലും പേജുകളിലും സ്റ്റേജുകളിലും എല്ലാം അവർ പ്രവർത്തിച്ചത് എത്രയോ പ്രാവശ്യം നമ്മൾ അനുഭവിച്ച കാര്യമാണ്. പക്ഷേ ഏതു പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലും ഏതു കാലഘട്ടങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ പോലും സമസ്തയോ സമസ്തയുടെ നേതാക്കന്മാരോ സമസ്തയുടെ കീഴ്ഘടകങ്ങളോ ഇന്ന പാർട്ടിക്കോ ഇന്ന ചിഹ്നത്തിനോ വോട്ട് ചെയ്യുക എന്നോ അല്ലെങ്കിൽ തദനുസൃതമായ എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങളോ ഒരിക്കലും സമസ്ത നടത്തിയിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് സമസ്ത എന്നതുകൊണ്ടല്ല. സത്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ലൈനാണ് ശരി എന്നത് കാലം തെളിയിച്ച കാര്യമാണ്. 60 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വസ്തുതയാണ് മുസ്ലിം ലീഗിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമസ്തയെപ്പറ്റി നമ്മൾ പറഞ്ഞില്ലേ, ഒരു വലിയ പാരമ്പര്യത്തെ പറ്റി. മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹിലും തുടങ്ങി മഅബരികളിലൂടെയും മഖ്ദൂമുകളിലൂടെയും മഹാന്മാരായ സാദാത്യങ്ങളിലൂടെയും സൂഫിവര്യന്മാരിലൂടെയും സമസ്തയുടെ സമാദരണീയരായ നേതാക്കന്മാരിലൂടെയും റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ഷംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു തുടങ്ങിയ മഹാന്മാരായ മഹാരഥന്മാരായ പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്ന ഒരു നിഷ്കളങ്കതയില്ലേ, ഒരു പാരമ്പര്യമില്ലേ? ആ നിഷ്കളങ്കതയും ആ പാരമ്പര്യവും അതിന് സമാനമായൊരു നിഷ്കളങ്കതയും പാരമ്പര്യവും എല്ലാം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനുമുണ്ട്. അതിന് ബീജാവാപം നൽകിയ ഇന്ത്യൻ
യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിച്ച മഹാനായ ഖായിദെ മില്ലത്ത് മുതൽ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, അതുപോലെ തന്നെ PMSA പൂക്കോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ സമാദരണീയ നേതാക്കന്മാർക്കെല്ലാം ഈ സമസ്ത പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാരുടെയും സൂഫിവരന്മാരുടെയും സ്വഭാവങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വഴിയിൽ അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാകും. എന്നാൽ അവരുടെ വഴിയിൽ നിന്ന് മാറി എന്തെങ്കിലും നീക്കങ്ങൾ സമസ്തക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ലീഗ് നടത്തുകയാണ് എങ്കിൽ അതെല്ലാം ഉപദേശിച്ചും ഗുണദോഷിച്ചും മാത്രം നന്നാക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നും പരസ്യമായി പൊതുവേദികളിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യങ്ങളല്ല എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മനസ്സിലാക്കുന്നുണ്ട്.